dear students. ഇന്ന് നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അപ്പെൻഡിക്കുലാർ സ്കെലിറ്റനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റം എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ ഡിവിഷൻ എന്താണ്, ആക്സിയൽ സ്കെലിറ്റൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്കെലിറ്റൽ സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്സിയൽ സ്കെലിറ്റനും അപ്പെൻഡിക്കുലാർ സ്കെലിറ്റനും. ആക്സിയൽ സ്കെലിറ്റൻ ഇൻക്ലൂഡ്സ് ബോൺസ് ഓഫ് skull and body, and appendicular skeleton, skeletons of upper limb and lower limb. Is clear? So today we are going to discuss about the upper limb, bones of the upper limb. Okay, you are ready? അപ്പെൻഡിക്കുലാർ സ്കെലിറ്റനിൽ രണ്ട് ഗിർഡിൽസ് ആണ് ഉള്ളത്. പെക്ടോറൽ ഓർ ഷോൾഡർ ഗിർഡിൽ ആൻഡ് പെൽവിക് ഗിർഡിൽ. ഗിർഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ ലിംബുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ഏരിയ ആണ്. ഓക്കെ, പെക്ടോറൽ ഗിർഡിൽ എന്ന് പറഞ്ഞാൽ ഷോൾഡർ അപ്പർ ലിംബുമായിട്ട്, കൈയിൻ്റെ ബാക്കി ഭാഗവും ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തിനെയാണ് പെക്ടോറൽ ഓർ ഷോൾഡർ ഗിർഡിൽ എന്ന് പറയുന്നത്. കാലിനെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തിനെയാണ് പെൽവിക് ഗിർഡിൽ എന്ന് പറയുന്നത്. ദെൻ രണ്ട് ലിംസ്, അപ്പർ ലിംബും ലോവർ ലിംബും. അപ്പർ ലിംബിൽ ആം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഷോൾഡർ മുതൽ എൽബോ വരെയുള്ള ഏരിയക്കാണ് നമ്മൾ ആം എന്ന് പറയുന്നത്. ദെൻ ഫോറാം എന്ന് പറയുന്നത് എൽബോ മുതൽ റിസ്റ്റ് വരെയുള്ള ഏരിയക്കാണ്. ദെൻ റിസ്റ്റ് ആൻഡ് ഹാൻഡ്. ഇതാണ് അപ്പർ ലിംബിൻ്റെ ഒരു സ്ട്രക്ചർ. ലോവർ ലിംബിൽ തൈ ഉണ്ട്. ഹിപ്പ് മുതൽ നീ വരെയുള്ള ഏരിയക്കാണ് നമ്മൾ തൈ എന്ന് പറയുന്നത്. ദെൻ നീ മുതൽ ആങ്കിൾ വരെയുള്ള ഏരിയക്കാണ് നമ്മൾ ലെഗ് എന്ന് പറയുന്നത്. ദെൻ ഫുട്ട്, പാദം, കാൽപാദം. ഇസ് ഇറ്റ് ക്ലിയർ? നൗ വിൽ സീ ദി ബോൺസ് ഓഫ് അപ്പർ ലിംബ്. ബോൺസ് ഓഫ് അപ്പർ ലിംബ് ആർ, we have discussed before, the parts of the upper limb: pectoral girdle or shoulder girdle, arm, forearm, wrist and hand. So pectoral girdle ഉള്ള ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാപ്പുല ആൻഡ് ക്ലാവിക്കിൾ. ആമിൽ ഹ്യൂമറസ്. ആം എന്ന് പറഞ്ഞാൽ ഷോൾഡർ മുതൽ എൽബോ വരെയുള്ള സ്ഥലമാണ്. അവിടെ ഒരൊറ്റ ബോണാണുള്ളത്, ഹ്യൂമറസ്. ദെൻ ഫോറാമിൽ രണ്ട് ബോണാണുള്ളത്. എൽബോ മുതൽ റിസ്റ്റ് വരെയുള്ള സ്ഥലത്ത് രണ്ട് ബോണുണ്ട്, റേഡിയസ് ആൻഡ് അൾണ. ആൻഡ് റിസ്റ്റിൽ 8 കാർപ്പൽ ബോൺസ് ഉണ്ട്. ചെറിയ ബോൺസ് ആണ്. ഇതിന് പറയുന്ന പേരാണ് കാർപ്പൽ ബോൺസ്. ദെൻ ഹാൻഡിൽ കാർപ്പൽ ബോൺസിന്റെ താഴെയായിട്ട് മെറ്റാകാർപ്പൽ ബോൺസും ഫലാഞ്ചസും ഉണ്ട്. ഇതെന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പെക്ടോറൽ ഗിർഡിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞു എന്ത് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ്? അപ്പർ ലിംബിനെ നമ്മുടെ ട്രങ്കുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? പെക്ടോറൽ ഗിർഡിൽ. ഇവിടെ രണ്ട് ബോണാണുള്ളത്. ആൻറ്റീരിയർലി, അതായത് മുൻഭാഗത്ത് ക്ലാവിക്കിളും, പോസ്റ്റീരിയർലി സ്കാപ്പുല. ഓക്കെ, ഇതൊക്കെ എന്താണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പേരാണ് ഇമ്പോർട്ടൻറ്റ്. ആൻറ്റീരിയറിലുള്ള ബോൺ എന്ന് പറയുന്ന പേരാണ് ക്ലാവിക്കിൾ ഓർ മാലല്ല് എന്ന് പറയും. പോസ്റ്റീരിയർലി ഉള്ള ബോൺ എന്ന് പറയുന്ന പേരാണ് സ്കാപ്പുല. ഇറ്റ്സ് വെരി ലൈറ്റ് ആൻഡ് അലൗസ് ദി അപ്പർ ലിംബ് ടു ഹാവ് എക്സെപ്ഷണലി ഫ്രീ മൂവ്മെൻറ്റ്. ഓക്കെ, കാലിനെ അപേക്ഷിച്ച് ഫ്രീ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നതാണ് എന്ത്? ഈ പെക്ടോറൽ ഗിർഡിൽ. കൈക്ക് അല്ലേ, കാലിൻ്റെ മൂവ്മെൻറ്റും കൈയുടെ മൂവ്മെൻറ്റും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? റൈറ്റ്. സി, നമുക്ക് ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഇതാണ് പെക്ടോറൽ ഗിർഡിലുള്ള ബോൺസായ സ്കാപ്പുലയും ക്ലാവിക്കിളും. രണ്ട് സ്കാപ്പുലയുണ്ട്, നമുക്ക് രണ്ട് ക്ലാവിക്കിളുണ്ട്. ചില ബോൺസ് ഒന്നേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ സ്റ്റേണം അല്ലേ, നമ്മൾ പറഞ്ഞു. ഇത് രണ്ട് സ്കാപ്പുലയും രണ്ട് ക്ലാവിക്കിളുമാണ് നമുക്കുള്ളത്. ഈ സ്കാപ്പുലയിൽ അക്രോമിയൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സ് കാണുന്നുണ്ടോ? ഇതിൻ്റെ മുകളിലായിട്ട്, ഏറ്റവും മുകളിലായിട്ട് ഇതാ ലേബിൾ ചെയ്തിരിക്കുന്ന അക്രോമിയൻ പ്രോസസ് ഉണ്ട്. പിന്നെ ഒരു കൊറാക്കോയിഡ് പ്രോസസ് ഉണ്ട്. പിക്ചർ സൂം ചെയ്ത് നോക്കിയാൽ കാണാം. ഓക്കെ, ദെൻ ഗ്ലിനോയിഡ് ക്യാവിറ്റി ഉണ്ട്. ഈ ഗ്ലിനോയിഡ് ക്യാവിറ്റിയാണ് നമ്മുടെ ഹ്യൂമറസിനുമായിട്ട് ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നത്? ഷോൾഡർ ജോയിന്റ് ഉണ്ടാവുന്നത്. പിന്നെ രണ്ട് ക്ലാവിക്കിളുണ്ട്.
യു ലുക്ക് ഇൻ ഇറ്റ്. ഈ ക്ലാവിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു ലോങ് ബോൺ ആണ്. ഇത് നമ്മുടെ ബോഡിയിൽ ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന ഏക ലോങ് ബോൺ ആണ് ക്ലാവിക്കിൾ. ഓക്കെ, ഇറ്റ്സ് എ ബോൺ, ലോങ് ബോൺ ലൈങ് ഹൊറിസോണ്ടലി അക്രോസ് ദി റൂട്ട് ഓഫ് നെക്ക്. ബാക്കിയുള്ള എല്ലാ ലോങ് ബോൺസും നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ്? വെർട്ടിക്കലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് ദ ഓൺലി വൺ ലോങ് ബോൺ വിച്ച് ലൈസ് ഹൊറിസോണ്ടലി ഇൻ ദ ബോഡി. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഇറ്റ് ഇസ് സബ്ക്യൂട്ടേനിയസ് ത്രൂ ഔട്ട് ഇറ്റ് ഇസ് ലെങ്ത്. അതായത് നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. സ്കിന്നിന്റെ തൊട്ട് താഴെയായിട്ടാണ്. എല്ലാവർക്കും തൊട്ട് നോക്കിയാൽ ക്ലാവിക്കിളിനെ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിൽ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിന് 2 കർവ്സ് ഉണ്ട്. ഓക്കെ, ഡബിളി കർവ്ഡ് ആണ്. വിൽ സീ ഇറ്റ് ലേറ്റർ. ഓക്കെ, ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് സെർവ്സ് ആസ് എ റിജിഡ് സപ്പോർട്ട് ഫ്രം വിച്ച് ദ സ്കാപ്പുല ആൻഡ് ഫ്രീ അപ്പർ ലിംബ് ആർ സസ്പെൻഡഡ് ആൻഡ് കീപ്പിംഗ് ദം അവേ ഫ്രം ദ ട്രങ്ക് സോ ദാറ്റ് ദ ആം ഹാസ് മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. നമ്മളെ ട്രങ്കിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കൈയിനെ കീപ്പ് ചെയ്യുകയും അതിനെ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന ഫംഗ്ഷനാണ് ആർക്കുള്ളത്? പെൽവിക് ഗേർഡിലുള്ളത്. ട്രാൻസ്മിറ്റ് ഫോഴ്സസ് ഫ്രം അപ്പർ ലിംബ് ടു ദി ആക്സിയൽ സ്കെലിട്ടൺ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് അറ്റാച്ച്മെന്റ് ടു ദി മസിൽസ് ആൻഡ് ഫോംസ് the boundary of cervico-axillary canal for protection of neurovascular bundle of the upper limb. upper limb le neurovascular bundle ne endu kodukunu? protection kodukkunnadum aaradu? clavicle inde functions aanu. Is it clear? Note the point. It is the only one long bone which lies horizontally in the body. So clavicle ne kurichu namukku detailed aayittu nokkam. clavicle long bone is the only one long bone which lies horizontally in the body. എല്ലാ ലോങ് ബോണിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് 2 എൻഡും ഒരു ഷാഫ്റ്റും ഉണ്ടാവും. ഓക്കെ, സോ ക്ലാവിക്കിൾ ഹാസ് 2 ends, മീഡിയൽ ഓർ സ്റ്റേണൽ ഹെഡ് ആൻഡ് ലാറ്ററൽ ഓർ അക്രോമിയൻ ഹെഡ്. അക്രോമിയൽ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കാപ്പുലയിൽ ഒരു പ്രോസസ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്രോമിയൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കും. അതും ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അത് ലാറ്ററൽ ഭാഗത്ത്, അതായത് ബോഡിയിൽ നിന്ന് എവേ ഫ്രം ആയിട്ടുള്ള ഭാഗത്താണ് അത് ഉണ്ടാവുക. അതിനെയാണ് ലാറ്ററൽ എൻഡ് എന്ന് പറയുന്നത്. മീഡിയൽ എൻഡ് എന്ന് പറഞ്ഞാൽ ടുവേഴ്സ് ദ മിഡിൽ. നമ്മളിതൊക്കെ പഠിച്ചതാണ്. ഓക്കെ, സോ ഒരു മീഡിയൽ എൻഡും ഒരു ലാറ്ററൽ എൻഡും ഉണ്ട്. ദെൻ ബോഡി, അതായത് ഷാഫ്റ്റ്. ഓക്കെ, ഈ ഷാഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഡബിൾ കർവ്ഡ് ആണെന്ന്. ഇറ്റ്സ് മീഡിയൽ 2/3 ഈസ് കോൺവെക്സ് ഫോർവേഡ്. മുൻഭാഗത്തേക്ക് കോൺവെക്സ് ആണ് എന്ത്? മീഡിയൽ ആയിട്ടുള്ള 2/3. പിന്നെ ലാറ്ററൽ 1/3 ആണ് വേറൊരു കർവ്, അത് കോൺകേവ് ആണ് ഫോർവേഡ്. ഓക്കെ, കോൺവെക്സ് എന്താണ്, കോൺകേവ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? സോ മീഡിയൽ 2/3 ഈസ് കോൺവെക്സ് ഫോർവേഡ് ആൻഡ് ലാറ്ററൽ 1/3 ഈസ് കോൺകേവ് ഫോർവേഡ്. പിന്നെ ഇതിന് 2 സർഫസസ് ഉണ്ട്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ സർഫസ്. ഓക്കെ, സോ എല്ലാ ലോങ് ബോണിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക? ഇറ്റ് ഹാസ് 2 ends ആൻഡ് എ ഷാഫ്റ്റ്. ദെൻ ഓരോ എൻഡിലും എങ്ങനെയാണ് എന്നാണ് പറയാം. സാധാരണ ബാക്കിയുള്ള ബോണുകളിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? എല്ലാ ബോണും വേർട്ടിക്കലാണ്. അപ്പോൾ ഒരു അപ്പർ എൻഡും ലോവർ എൻഡും ആണ് എല്ലാ ലോങ് ബോൺസിനും ഉണ്ടാവുക. പക്ഷേ ഈ ക്ലാവിക്കിൾ എന്ന് പറയുന്ന ലോങ് ബോൺ നമ്മുടെ ബോഡിയിൽ ഹൊറിസോണ്ടലി കിടക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടായത്? മീഡിയൽ എൻഡും ലാറ്ററൽ എൻഡും ഉണ്ടായിട്ടുള്ളത്. സോ ആർട്ടിക്കുലേഷൻസ് ഓഫ് ക്ലാവിക്കിൾ. ക്ലാവിക്കിൾ എന്തൊക്കെയായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് നോക്കാം. മീഡിയലി വിത്ത് ദ മാനുബ്രിയം അറ്റ് സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻ. നമ്മളൊക്കെ അറിയാം, നമ്മുടെ സ്റ്റേണം എന്ന് പറയുന്നത് നമ്മുടെ മാറല് എന്ന് പറയും. ഓക്കെ, ഈ സ്റ്റേണത്തിലേക്കാണ് നമ്മൾ റിബ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. റൈറ്റ്, ഓർക്കുന്നുണ്ടോ? സോ ഇത് മീഡിയൽ എൻഡ് എന്തായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്? ഈ സ്റ്റേണോ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിന്റ് ഉണ്ടാവും. ലാറ്ററലി വിത്ത് ദി സ്കാപ്പുല അറ്റ് ദി അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ്. ഞാൻ പറഞ്ഞു നേരത്തെ സ്കാപ്പുലന്റെ മുകളിലുള്ള ഒരു പ്രോസസ്സാണ് അക്രോമിയൻ. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയും. ഓക്കെ, സോ ഈ അക്രോമിയനുമായിട്ടാണ് ക്ലാവിക്കിൾ ജോയിൻ ചെയ്യുന്നത്. സീ ദ പിക്ചർ. അങ്ങനെ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ് ഉണ്ടാവും. ദെൻ ഇൻഫീരിയർലി വിത്ത് ദി ഫസ്റ്റ് റിബ് അറ്റ് ദി കോസ്റ്റോ ക്ലാവിക്കുലർ ജോയിന്റ്. അത് വേണ്ട. ഓക്കെ, മീഡിയലി ആൻഡ് ലാറ്ററലി എങ്ങനെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? മീഡിയലി വിത്ത് സ്റ്റേണം വിത്ത് മാനുബ്രിയം അറ്റ് ദി സ്റ്റേണം. സ്റ്റേണത്തിന്റെ ഒരു പാർട്ടാണ്
മാനുബ്രിയം. ദെൻ സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിന്റ് ഉണ്ടാവുകയും ലാറ്ററലി സ്കാപ്പുലയായിട്ട് ജോയിൻ ചെയ്തിട്ട് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റും ഉണ്ടാകുന്നു. സോ അടുത്തതായി നമ്മൾ സ്കാപ്പുല എന്ന ബോണിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഈ സ്കാപ്പുല എന്ന് പറയുന്ന ബോണിന് പറയുന്ന വേറൊരു പേരാണ് ഷോൾഡർ ബ്ലേഡ്. ഇറ്റ്സ് എ ഫ്ലാറ്റ് ബോൺ. നമ്മൾ മുൻപ് പറഞ്ഞു ബോൺസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ലോങ് ബോൺ ഉണ്ട്, ഷോർട്ട് ബോൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റ് ബോൺ ഉണ്ട്, ഇറഗുലർ ബോൺ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അതിൽ ഫ്ലാറ്റ് ബോണാണ് എന്ത്? സ്കാപ്പുല. ഇറ്റ്സ് എ ട്രയാങ്കുലർ ഇൻ ഷേപ്പ് ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് സെവൻത്ത് റിബ്. ഇതിന് 3 പ്രോസസ്സ് ഉണ്ട്. ഒന്ന് സ്പൈൻ ഓഫ് സ്കാപ്പുല, ഒന്ന് അക്രോമിയൻ ആൻഡ് വൺ ഇസ് കൊറക്കോയിഡ് പ്രോസസ്. ഓക്കെ, ദർ ആർ 3 പ്രോസസ് ഫോർ ദ സ്കാപ്പുല. സ്പൈൻ എന്ന് പറഞ്ഞാൽ ഒരു തിക്ക് പ്രൊജക്റ്റിംഗ് റിഡ്ജ് ഓഫ് ദ ബോൺ ദാറ്റ് കണ്ടിന്യൂസ് ലാറ്ററലി. ഇതിനെയാണ് അതിൽ നമ്മൾ ബോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുറകുവശത്തു കൂടെ പാസ് ചെയ്യുന്ന തിക്കായിട്ടുള്ള ഒരു പ്രൊജക്റ്റഡ് ഏരിയയാണ് എന്ത് പറയുന്നത്? സ്പൈൻ എന്ന് പറയുന്നത്. അക്രോമിയൻ നമ്മൾ നേരത്തെ പറഞ്ഞൂലേ, അക്രോമിയൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഫോംസ് ദി സബ്ക്യൂട്ടേനിയസ് പോയിന്റ് ഓഫ് ദി ഷോൾഡർ. ഇതാണ് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്? ലാറ്ററൽ എൻഡ് ഓഫ് ക്ലാവിക്കുലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ് ഉണ്ടാവുന്നത്. ദെൻ കൊറക്കോയിഡ് പ്രോസസ്. ഇത് സ്പൈനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എന്തുള്ളത്? സ്പൈൻ ഓഫ് സ്കാപ്പുലേന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അക്രോമിയൻ പ്രോസസ് ഉള്ളത്. കൊറക്കോയിഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വേറൊരു ബീക്ക് ലൈക്ക് പ്രോസസ്സാണ്. ഓക്കെ, അത് അതിൻ്റെ ഈ അക്രോമിയൻ്റെ തൊട്ട് താഴെയായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് കൊറാക്കോയിഡ് പ്രോസസ്. ദെൻ 3 ബോർഡേഴ്സ് ഉണ്ട്. ഒരു സുപ്പീരിയർ ബോർഡറും ഒരു മീഡിയൽ ബോർഡറും ഒരു ലാറ്ററൽ ബോർഡറും. നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ കാണാം. മീഡിയൽ എന്താണ്? നമ്മൾ അനാട്ടമിക്കൽ ടേംസ് ഒക്കെ പഠിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ്. അത് അനാട്ടമിക്കൽ ടേംസ് നന്നായിട്ട് തറവല്ലാത്ത ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അനാട്ടമിക്കൽ ടേംസ് നന്നായിട്ട് അറിയാത്ത ആൾക്കാർ അതാദ്യം അതിനെക്കുറിച്ച് ഒരു കോൺക്രീറ്റ് ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ സ്കാപ്പുലേൻ്റെ പ്രോസസ്സും 3 പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു, 3 ബോർഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ 3 ആംഗിൾസ് ഉണ്ട്. സുപ്പീരിയർ ആംഗിൾ, ലാറ്ററൽ ആംഗിൾ ആൻഡ് ഇൻഫീരിയർ ആംഗിൾ. ദെൻ 2 സർഫസസ് ഉണ്ട്. ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സർഫസസ്. പോസ്റ്റീരിയർ സർഫസ് പറഞ്ഞാൽ കോൺവെക്സ് ആണ്. ഡിവൈഡഡ് ബൈ ദ സ്പൈൻ ഓഫ് ദ സ്കാപ്പുല ഇൻറ്റു 2. സ്പൈൻ ഉണ്ടാകുമ്പോൾ സ്പൈനിൻ്റെ മുകളിലുള്ളതിനെ സൂപ്രാ സ്പൈനസ് എന്നും സ്പൈനിൻ്റെ താഴെ ഉള്ളതിനെ ഇൻഫ്രാ സ്പൈനസ് എന്നും പറയുന്നു. നമ്മൾ സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ മുകളിലാണെന്നും ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ താഴെയാണെന്നും നമുക്കറിയാമല്ലേ. ഓക്കെ, അപ്പോൾ സ്പൈൻ പോസ്റ്റീരിയർ സർഫസിലുള്ള സ്പൈൻ 2ആയിട്ട് സൂപ്രാ സ്പൈനസും ഇൻഫ്രാ സ്പൈനസ് ഫോസയുമായിട്ട് 2ആയിട്ട് പോസ്റ്റീരിയർ സർഫസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻറ്റീരിയർലി ഒരു കോൺകേവ് ഓർ കോസ്റ്റൽ സർഫസ് ആണ്. ഇറ്റ് ഫോംസ് ദി സബ്സ്കാപ്പുലർ ഫോസ. സോ സ്കാപ്പുലേൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ബോൺസും എന്ത് ചെയ്യുന്നുണ്ട്? ഗിവ് അറ്റാച്ച്മെന്റ് ടു ദി മസിൽസ് and has a considerable degree of movement on the thoracic wall to enable the arm to move freely. And the glenoid cavity forms the socket of the shoulder joint. ഇപ്പോൾ നമ്മൾ ഷോൾഡർ ഗീഡിൽസിലുള്ള ബോൺസിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. 2 ബോണാണുള്ളത്. അതിൻ്റെ മേജർ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും എന്താണെന്ന് പറഞ്ഞു. ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ ആം. ആം എന്ന് പറഞ്ഞാൽ ഷോൾഡർ മുതൽ എൽബോ വരെയുള്ള പ്ലേസ് ആണ്. ഈ ആമിലുള്ള ബോണിനെ പറഞ്ഞ പേരാണ് ഹ്യൂമറസ്. ഇതിന് വേറെ പറയുന്ന ഒരു പേരാണ് ഫണ്ണി ബോൺ. ഓക്കെ, ആ പേരിൽ നിന്നാണ് അങ്ങനെ ഒരു പേര് കിട്ടത്, ഹ്യൂമറസ് അല്ലേ. ഫണ്ണി ബോൺ എന്നും പറയും. സോ ഇതും ഒരു ലോങ് ബോണാണ്. ഇതിനും എന്തൊക്കെയാണുള്ളത്? ലോങ് ബോൺ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു അപ്പർ എൻഡും ഒരു ലോവർ എൻഡും ഉണ്ടാവും അല്ലേ. ദെൻ വേറെന്താ ഉണ്ടാവുക? നടുവിലൊരു ഷാഫ്റ്റും ഉണ്ട്. അപ്പർ എൻഡിൻ്റെ പറയുന്ന വേറൊരു പേരാണ് പ്രോക്സിമൽ എൻഡ്. ലോവർ എൻഡിൻ്റെ പറയുന്ന വേറൊരു പേരാണ് ഡിസ്റ്റൽ എൻഡ്. ഓക്കെ, ഇറ്റ്സ് എ ടിപ്പിക്കൽ ലോങ് ബോൺ. ഇറ്റ്സ് എ ലാർജസ്റ്റ് ബോൺ ഓഫ് ദി upper limb. Okay,
ഈ പ്രോക്സിമൽ എൻഡിൽ എന്തൊക്കെയാണുള്ളത്? ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, then 2 പ്രൊജക്ഷൻസ് ഉണ്ട്, ഗ്രേറ്റർ ട്യൂബർക്കിളും ലെസർ ട്യൂബർക്കിളും. ഓക്കെ, ഹെഡ്, നെക്ക്, ഗ്രേറ്റർ ട്യൂബർക്കിൾ ആൻഡ് ലെസർ ട്യൂബർക്കിൾ. ഈ 2 ട്യൂബർക്കിളിന്റെയും ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ഇന്റർ ട്യൂബർക്കുലാർ സ്പേസ്. ഈ ഹെഡിന് ഉള്ള വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ 2 നെക്ക് ഉണ്ട്, ഒരു അനാട്ടമിക്കൽ നെക്കും സർജിക്കൽ നെക്കും. ഈ അനാട്ടമിക്കൽ നെക്ക് എന്ന് പറഞ്ഞാൽ ഫോംഡ് ബൈ ഗ്രൂവ് സെപ്പറേറ്റിംഗ് ദ ഹെഡ് ഫ്രം ദ ട്യൂബർക്കിൾ. ഹെഡും ട്യൂബർക്കിളിന്റെയും ഇടയിലുള്ള ഒരു പാർട്ടിന് പറഞ്ഞ പേരാണ് അനാട്ടമിക്കൽ നെക്ക്. സർജിക്കൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ എ നാരോ പാർട്ട് ഡിസ്റ്റൽ ടു ദി ട്യൂബർക്കിൾ. ട്യൂബർക്കിളിന്റെ താഴെയായിട്ട് ഉള്ളതാണ്. അവിടെ ആണ് എന്തുണ്ടാവാൻ സാധ്യത? ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്ത്? സർജിക്കൽ നെക്ക്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. അനാട്ടമിക്കൽ നെക്കും സർജിക്കൽ നെക്കും ഉണ്ട്. ഓക്കെ, ദെൻ ഷാഫ്റ്റ്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ എൻഡിന്റെയും ലോവർ എൻഡിന്റെയും ഇടയിലുള്ളതാണ്. ഒരു ഏരിയക്കാണ് പറയുന്ന പേരാണ് ഷാഫ്റ്റ്. പിന്നെ ഒരു ഡെൽറ്റോയിഡ് ട്യൂബ്രോസിറ്റി. ഡെൽറ്റോയിഡ് ട്യൂബ്രോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു റഫ് എലവേഷൻ ആണ്. ഡെൽറ്റോയിഡ് മസിൽ അറ്റാച്ച് ചെയ്യുന്ന ഏരിയ ആണ്. ദെൻ ഒരു സ്പൈറൽ ഗ്രൂവ് ഉണ്ട്. ഓക്കെ, ദെൻ ഡിസ്റ്റൽ എൻഡ്. ഡിസ്റ്റൽ എൻഡ് ഓർ ലോവർ എൻഡ്. ലോവർ എൻഡ് ഒരു വൈഡൻ ആയിട്ടാണ് ഉള്ളത്. ഷാർപ്പ് മീഡിയൽ ആൻഡ് ലാറ്ററൽ സൂപ്പർകോണ്ടൈലർ ഹിഡ്ജസ് ആൻഡ് എൻഡ് ഇൻ ദ മീഡിയൽ ആൻഡ് ലാറ്ററൽ എപ്പിക്കോണ്ടൈൽസ്. ഒരു മീഡിയൽ എപ്പിക്കോണ്ടൈലും ലാറ്ററൽ എപ്പിക്കോണ്ടൈലും ഉണ്ട്. ഈ മീഡിയൽ എപ്പിക്കോണ്ടൈലും ലാറ്ററൽ എപ്പിക്കോണ്ടൈലും എന്താണ്? മസിൽസിന്, ഫോറാമിലുള്ള മസിൽസിന് അറ്റാച്ച്മെന്റ് കൊടുക്കുന്ന ഏരിയ ആണ് മീഡിയൽ എപ്പിക്കോണ്ടൈലും ലാറ്ററൽ എപ്പിക്കോണ്ടൈലും. ഡിസ്റ്റൽ എൻഡ് അല്ലെങ്കിൽ ലോവർ എൻഡിന്റെ ആന്റീരിയർ ആയിട്ട് കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ട്രോക്ലിയ, ക്യാപിറ്റുലം, കൊറോണോയിഡ് ഫോസ ആൻഡ് റേഡിയൽ ഫോസ. ഓക്കെ, സോ ഈ ട്രോക്ലിയ എന്ന് പറഞ്ഞാൽ മീഡിയൽ ആയിട്ട് ഉള്ള ഒരു ഏരിയക്ക് പറയുന്ന പേരാണ് ട്രോക്ലിയ. ഒരു പുള്ളി ഷേപ്ഡ് ഫോർ ആർട്ടിക്കുലേഷൻ വിത്ത് അൾണ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് എൽബോ ജോയിന്റ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്? ട്രോക്ലിയ. ഇറ്റ്സ് എ പുള്ളി ഷേപ്ഡ് ഏരിയ. ഇറ്റ്സ് ആന്റീരിയർ. സീ ദ പിക്ചർ. ദെൻ ക്യാപിറ്റുലം എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ട്രോക്ലിയയുടെ അടുപ്പിച്ച് ലാറ്ററൽ ആയിട്ട് ഉള്ള ഒരു സ്പേസ് ആണ് ക്യാപിറ്റുലം. ദെൻ കൊറോണോയിഡ് ഫോസ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിന്റെ ട്രോക്ലിയന്റെ തൊട്ടു മുകളിലായിട്ടുള്ള ഒരു കുഴി. എപ്പോഴും കുഴി പോലെയുള്ള ഭാഗത്തിനാണ് എന്ത് പറയാ? ഫോസ എന്ന് പറയുന്നത്. ട്രോക്ലിയന്റെ തൊട്ടു മുകളിലായിട്ടുള്ള ആ ഭാഗത്തിനാണ് എന്ത് പറയുന്നത്? കൊറോണോയിഡ് ഫോസ എന്ന് പറയുന്നത്. ക്യാപിറ്റുലത്തിന്റെ തൊട്ടു മുകളിലായിട്ടുള്ള ഫോസക്ക് പറയുന്ന പേരാണ് റേഡിയൽ ഫോസ. ദെൻ പോസ്റ്റീരിയർ ഭാഗത്ത് ഒരു ട്രോക്ലിയന്റെ മുകളിലായിട്ട് ഒരു വലിയൊരു കുഴിയുണ്ട്. അതിന് പറയുന്ന പേരാണ് ഒലിക്രോണോൺ ഫോസ. ഈ പേരുകളൊക്കെ പഠിക്കാൻ നല്ല പ്രയാസം ഉണ്ടാവും, എഴുതി പഠിക്കേ വഴിയുള്ളൂ. ഓക്കെ, സോ ഹ്യൂമറസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഫോറാമിലുള്ള ബോൺസ് ആണ്. ഫോറാം എന്ന് പറഞ്ഞാൽ എൽബോ മുതൽ റിസ്റ്റ് വരെയുള്ള ഏരിയ ആണ്. അവിടെ 2 ബോൺ ഉണ്ട്, റേഡിയസ് ആൻഡ് അൾണ. റേഡിയസ് എന്ന് പറഞ്ഞാൽ തമ്പിന്റെ സൈഡിലുള്ള ബോണാണ്. ഓക്കെ, ആൻഡ് അൾണ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഫിംഗറിന്റെ ചെറുവിരലിന്റെ നേരെയുള്ള ബോണാണ് റേഡിയസ്. മാറിപ്പോകാൻ പാടില്ല. മീഡിയൽ സൈഡിൽ ഉള്ള ബോണാണ് നമ്മൾ അനാട്ടമിക്കൽ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് മീഡിയൽ സൈഡിലുള്ള ബോണാണ് അൾണ, അല്ലെ, ലിറ്റിൽ ഫിംഗർ. ലാറ്ററൽ സൈഡിൽ, അതായത് തമ്പിന്റെ സൈഡിലുള്ള ബോണാണ് റേഡിയസ്. സി, തമ്പ് സൈഡിലുള്ള ബോണ്. സോ ഓരോ ബോണിനെ കുറിച്ച് നമ്മൾ നോക്കാം. അൾണ ആൻഡ് റേഡിയസ്. അൾണ is the stabilizing bone of the forearm. Is the medial and longer bone of 2 bones of the forearm. ഫോറാമിലുള്ള മീഡിയലിൽ ആയിട്ടുള്ളതാണ് വലുതാണ്. റേഡിയസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ്. സോ നമുക്കറിയാം ഓരോ ലോങ് ബോണിനും എന്തുണ്ട്? പ്രോക്സിമൽ എൻഡ്, ഡിസ്റ്റൽ എൻഡ്, ദെൻ ഒരു ഷാഫ്റ്റ് ഉണ്ട് അറിയാം അല്ലേ. സോ ഇതിന്റെ പ്രോക്സിമൽ എൻഡിൽ എന്തുണ്ട്?
ഒലിക്രോൺ പ്രോസസ്സ് ഉണ്ട്. ഈ ഒലിക്രോൺ പ്രോസസ്സാണ് നമ്മുടെ ഹ്യൂമറസിലെ ലോവർ എൻഡിലെ ഒലിക്രോൺ ഫോസയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഒലിക്രോൺ പ്രോസസ് പ്രൊജക്ട്സ് പ്രോക്സിമലി ഫ്രം പോസ്റ്റീരിയർ ആസ്പെക്ട്. അതാണ് നമ്മുടെ എൽബോന്റെ ഒരു പ്രൊമിനൻസ് ആയിട്ട് കാണുന്നില്ലേ, എൽബോ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ഉന്തി നിൽക്കുന്ന ഭാഗമില്ലേ, അതിനാണ് ഒലിക്രോൺ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ കൊറോണോയിഡ് പ്രോസസ്, ആൻറ്റീരിയർലി പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൊറോണോയിഡ് പ്രോസസ്. ദെൻ ട്യൂബറോസിറ്റി ഓഫ് അൾന, അതിൻ്റെ താഴെയായിട്ട് കൊറോണോയിഡ് പ്രോസസ്സിന് താഴെയായിട്ട് പൊന്തി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അതിനാണ് ട്യൂബറോസിറ്റി ഓഫ് അൾന എന്ന് പറയുന്നത്. കൊറോണോയിഡ് പ്രോസസ്സിന് താഴെയാണ്. നമ്മൾ നേരത്തെ സ്കാപ്പുല പറഞ്ഞ സമയത്ത് പറഞ്ഞു ഒരു പ്രോസസ്സ്, അതിൻ്റെ പേരാണ് കൊറാക്കോയിഡ് പ്രോസസ്സ്. ഇത് കൊറോണോയിഡ് പ്രോസസ്സാണ്. പേരിൽ സാമ്യമുണ്ട്, നല്ലോണം നോട്ട് ചെയ്യുക. സ്കാപ്പുലയിലുള്ളത് കൊറാക്കോയിഡ് പ്രോസസ്സാണ്, ഇവിടെ ഉള്ളത് കൊറോണോയിഡ് പ്രോസസ്സാണ്. ദെൻ ടൊക്ലിയർ നോച്ച് ഉണ്ട്, റേഡിയൽ നോച്ചൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതില്ല. സോ അപ്പർ എൻഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഷാഫ്റ്റ് ഒരു തിക്ക് ആൻഡ് സിലിണ്ടറിക്കൽ, സുപ്പീരിയർലി ബട്ട് ഡിമിനിഷസ് ഇൻ ഡയമീറ്റർ ഇൻഫീരിയർലി, താഴേക്ക് വരുന്നതിനനുസരിച്ച് മെലിഞ്ഞു വരുന്ന ഒരു ബോണാണ്. മുകളിൽ നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക. ജസ്റ്റ് 3 സർഫസസ്, ആൻറ്റീരിയർ, മീഡിയൽ ആൻഡ് പോസ്റ്റീരിയർ ആൻഡ് ഡിസ്റ്റൽ എൻഡ്. ഇത് സ്മോൾ ആൻഡ് റൗണ്ടഡ് ആയിട്ടുള്ള ആണ് ഉള്ളത് ഡിസ്റ്റൽ എൻഡ്. ഇതിൻ്റെ താഴെ ആണ് ഹെഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉള്ളത്, ലൈക്സ് ഡിസ്റ്റലി അറ്റ് ദി റിസ്റ്റ്. ആൻഡ് മീഡിയലിൽ ഒരു പ്രൊജക്ഷൻസ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് സ്റ്റൈലോയിഡ് പ്രോസസ്. പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, head lies distally at the wrist and styloid process on the medial aspect. സോ ഇനി നമ്മൾ റേഡിയസിനെ കുറിച്ച് പഠിക്കാം. ഇപ്പോൾ അൾനയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. റേഡിയസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അൾനയെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു ചെറിയ ബോണാണ്. ലാറ്ററൽ ബോൺ ഓഫ് ദി ഫോറാം ആണ്. ലാറ്ററൽ ബോൺ എന്ന് പറഞ്ഞാൽ തമ്പിന് നേരായിട്ട് ഉള്ള ബോണാണ് എന്ത്, റേഡിയസ്. ഇതൊരു ലോങ് ബോൺ ആണ്. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാവുക, ഒരു അപ്പർ എൻഡും ലോവർ എൻഡും ഒരു ഷാഫ്റ്റും ഉണ്ടാവും. അപ്പർ എൻഡിന് പറയുന്ന വേറൊരു പേരാണ് എന്ത്, പ്രോക്സിമൽ എൻഡും. ലോവർ എൻഡിന് പറയുന്ന വേറൊരു പേരാണ് ഡിസ്റ്റൽ. നമ്മൾ അനാറ്റമിക്കൽ ടേംസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ പ്രോക്സിമൽ എൻഡിൽ എന്തൊക്കെയാണുള്ളത്, ഒരു ഹെഡ് ഉണ്ട്, ഒരു നെക്ക് ഉണ്ട്, ദെൻ റേഡിയൽ ട്യൂബറോസിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ അൾനാർ ട്യൂബറോസിറ്റി ഉണ്ട് പറഞ്ഞു അല്ലേ. അൾനേൻ്റെ ഹെഡ് എവിടെയാണ്, ഡിസ്റ്റൽ എൻഡിലാണ്. പക്ഷെ റേഡിയസിൻ്റെ ഹെഡ് എവിടെയാണ്, പ്രോക്സിമൽ ഹെഡിലാണ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഈ റേഡിയസിൻ്റെ ഹെഡ് സ്മോൾ ആൻഡ് സർക്കുലർ ആണ്. ഇറ്റ്സ് അപ്പർ സർഫസ് ഇസ് കോൺകേവ് ഫോർ ആർട്ടിക്കുലേഷൻ വിത്ത് ക്യാപിറ്റുലം. അപ്പർ സർഫസ് കോൺകേവ് ആണ്. നമ്മൾ ക്യാപിറ്റുലം എന്ന് പറഞ്ഞാൽ ഹ്യൂമറസിൻ്റെ ലോവർ എൻഡിൽ പറഞ്ഞൊരു സ്ട്രക്ചറാണ്. നെക്ക് എന്ന് പറഞ്ഞാൽ ഹെഡും ഷാഫ്റ്റിന് ഇടയിലുള്ള സ്പേസിനെയാണ് നെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഷാഫ്റ്റ് ഹാസ് lateral convexity. It gradually enlarges as it passes distally. ഡിസ്റ്റൽ എൻഡിൽ എന്തൊക്കെയാണുള്ളത്, ഒരു അൾനാർ, ഇറ്റ്സ് ട്രയാങ്കുലർ ഇൻ ഷേപ്പ് ആണ്. ഒരു അൾനാർ നോച്ചും ഒരു റേഡിയൽ സ്റ്റൈലോയിഡ് പ്രോസസ്സും ഉണ്ട്. ഓക്കെ, ഈ അൾനാർ നോച്ച് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയൽ കോൺകാവിറ്റി ആണ്. ഇതിൻ്റെ മീഡിയൽ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു കോൺകേവ് ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഇത് ഹെഡിനെ, അൾനയുടെ ഹെഡിനെ അക്കോമഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റേഡിയൽ സ്റ്റൈലോയിഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ഫ്രം ദി ലാറ്ററൽ ആസ്പെക്ട്. ഈ ബോണിന്റെ ലാറ്ററൽ ആസ്പെക്റ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ്, താഴോട്ട് തള്ളി നിൽക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റേഡിയൽ സ്റ്റൈലോയിഡ് പ്രോസസ്. ഇപ്പം നമ്മൾ ഷോൾഡർ ഗീഡിലുള്ള ബോൺസിനെ കുറിച്ചും അപ്പർ ആമിലുള്ള ബോൺസിനെ കുറിച്ചും ഫോർ ആമിലുള്ള ബോൺസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള എന്താണ്, ബോൺസ് ഓഫ് റിസ്റ്റ് ആൻഡ് ബോൺസ് ഓഫ് ദി ഹാൻഡ്. ഓക്കെ, ഈ റിസ്റ്റിൽ 8 ബോൺസ് ആണുള്ളത്. ഈ റിസ്റ്റിലുള്ള ബോൺസിന് പറയുന്ന പേരാണ് കാർപ്പൽ ബോൺസ്. ഓക്കെ, ദീസ് ആർ ഷോർട്ട് ബോൺസ് അറേഞ്ച്ഡ് ഇൻ 2 irregular rows, 4 each, 4 എണ്ണം വീതം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദീസ് സ്മോൾ ബോൺസ് ഗിവ്സ് ഫ്ലെക്സിബിലിറ്റി ടു ദി റിസ്റ്റ്. ആൻഡ് പ്രോക്സിമൽ റോയില് 4 ബോൺസും ഡിസ്റ്റൽ റോയില് 4 ബോൺസ് ആണുള്ളത്. ഫ്രം ലാറ്ററൽ ടു മീഡിയൽ. സ്കാഫോയിഡ്, ലൂനേറ്റി, ട്രക്യുട്രൽ ആൻഡ് പിസിഫോം.
ഡിസ്റ്റൽ റോല് ഫ്രം ലാറ്ററൽ ടു മീഡിയൽ, ട്രപ്പീസിയം, ട്രപ്പിസോയിഡ്, ക്യാപിറ്റേറ്റ് ആൻഡ് ഹാമേറ്റ്. ഇതിന്റെ പേരൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. സോ പ്രോക്സിമൽ റോൾ ഏതൊക്കെയാണ്? സ്കാഫോയിഡ്, ലൂനേറ്റ്, ട്രക്യൂട്രൽ ആൻഡ് പിസിഫോം. ഡിസ്റ്റൽ റോല് ട്രപ്പീസിയം, ട്രപ്പിസോയിഡ്, ക്യാപിറ്റേറ്റ് ആൻഡ് ഹാമേറ്റ്. സോ ഇത് ഓർത്തിരിക്കാൻ, ഈ ഓർഡറിൽ തന്നെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മുടെ സാർമാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഷീ ലുക്സ് ടു പ്രെറ്റി, ട്രൈ ടു ക്യാച്ച് ഹെർ. ഷീ ലുക്സ് ടു പ്രെറ്റി in scaphoid, lunate, trachytral and pisiform. Try to catch her. Trapezium, trapezoid, capitate and hamate. നീ മറന്നുപോയില്ലല്ലോ. സോ കാർപ്പൽ ബോൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിസ്റ്റ് ബോൺ. ഇനി മെറ്റാകാർപ്പൽ ബോണാണ്. മെറ്റാകാർപ്പൽ ബോൺ എന്ന് പറഞ്ഞാൽ ഈ കാർപ്പൽ ബോണിൻ്റെയും ഫലാഞ്ചസിൻ്റെയും ഇടയിലുള്ള ബോൺസാണ്, അതായത് കയ്യിലുള്ള ബോൺസാണ്. കൈ പത്തി എന്ന് പറയും, വിരലുകളല്ല റിസ്റ്റ് ജോയിന്റിന്റെ ഇടയിലുള്ള. The skeleton of hand between carpus and phalanges. It is composed of 5 metacarpal bones. Each bone ഒരു ലോങ് ബോൺ ആണ്. ഓക്കെ, ഈച്ച് ബോൺ ഹാസ് എ ബേസ്, ഷാഫ്റ്റ് ആൻഡ് ഹെഡ്. അതായത് 2 എൻഡും ഒരു ഷാഫ്റ്റും ഉണ്ട്. ദേ ആർ നമ്പേർഡ് 1 to 5 ഫ്രം ദി തമ്പ്. തമ്പിന്റെ മെറ്റാകാർപ്പൽ ബോൺ ആണ് ഫസ്റ്റ് മെറ്റാകാർപ്പൽ, ഇൻഡെക്സ് ഫിംഗറിന്റെ സെക്കൻഡ് മെറ്റാകാർപ്പൽ, മിഡിൽ ഫിംഗറിന്റെ തേർഡ് മെറ്റാകാർപ്പൽ, റിംഗ് ഫിംഗറിന് ഫോർത്ത് മെറ്റാകാർപ്പൽ ആൻഡ് ഫിഫ്ത്ത് മെറ്റാകാർപ്പൽ. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദേ ആർ നമ്പേർഡ് 1 to 5 ഫ്രം ദി തമ്പ്. ആൻഡ് ദ ഡിസ്റ്റൽ എൻഡ് ആർട്ടിക്കുലേറ്റ് വിത്ത് പ്രോക്സിമൽ ഫലാഞ്ചസ്. ഓക്കെ, പ്രോക്സിമൽ ഫലാഞ്ചസ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടില്ല, ഒരു പച്ച ആരോ കണ്ടല്ലോ അല്ലെ, ഗ്രീൻ. അതാണ് നക്കിൾസ് ഓഫ് ദ ഫിസ്റ്റ്. ഫിസ്റ്റിന്റെ നക്കിൾസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൽ എൻഡ് ഓഫ് ദി മെറ്റാകാർപ്പൽ ബോണും ഫലാഞ്ചസും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? നക്കിൾസ് ഉണ്ടാവുന്നത്. ദെൻ ബേസ് ഓഫ് മെറ്റാകാർപ്പൽ ആർട്ടിക്കുലേറ്റ് വിത്ത് ദി കാർപ്പൽ ബോൺസ്. കാർപ്പൽ ബോൺസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, അറിയാലോ. 8 എണ്ണം 2 റോലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷീ ലുക്സ് ടു പ്രെറ്റി, ട്രൈ ടു ക്യാച്ച് ഹെർ. And the first metacarpal is the shortest and most mobile. Okay, ചെറുതാണ്, പക്ഷെ നല്ലോണം തമ്പിനാണല്ലേ മൊബിലിറ്റി ബാക്കിയുള്ള ഫിംഗേഴ്സിനേക്കാളും കൂടുതൽ. നോക്കിയാൽ തമ്പൊന്ന് ഇളക്കി നോക്കിയാ അല്ലേ. സോ ഇസ് ദ മോസ്റ്റ് മൊബൈൽ ആൻഡ് ഷോർട്ടസ്റ്റ് ഓഫ് മെറ്റാകാർപ്പൽസ്. ഹാൻഡിലെ ബോൺസായ കാർപ്പൽ ബോൺസിനെ കുറിച്ചും മെറ്റാകാർപ്പൽ ബോൺസിനെ കുറിച്ചും പറയും. ഇനി ഫിംഗേഴ്സിലുള്ള, അതായത് ഡിജിറ്റിലുള്ള ബോൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഡിജിറ്റിലുള്ള ബോൺസിന് പറയുന്ന പേരാണ് ഫലാഞ്ചസ്. ഈച്ച് ഡിജിറ്റ് ഹാസ് 3 ഫലാഞ്ചസ് എക്സെപ്റ്റ് ദി തമ്പ്. തമ്പിന് 2 എണ്ണേ ഉള്ളൂ. ഓക്കെ, ഈ ഫലാങ്സ് ഒക്കെ എന്താണ്? ലോങ് ബോൺ ആണ്. ഈച്ച് ഫലാങ്സ് ഹാസ് എ പ്രോക്സിമൽ എൻഡ്, ഡിസ്റ്റൽ എൻഡ് ആൻഡ് എ ഷാഫ്റ്റ്. And proximal phalanx is the largest, and the middle ones are intermediate in size, and distal ones are the smallest. Expanded distally to form the nail beds. Okay, 3 ഉണ്ട് ഓരോ ഫിംഗറിനും. അതിൽ പ്രോക്സിമൽ ഫലാഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈപ്പത്തിയോട് ചേർന്നിട്ടുള്ള ഫലാഞ്ചസ് ആണ്. ഡിസ്റ്റൽ ഫലാഞ്ചസ് എന്ന് പറഞ്ഞാൽ നെയിലുള്ളത്. ഓക്കെ, നഖമുള്ള ഏരിയ. അതിൻ്റെ ഇടയിൽ മിഡിൽ ഫലാഞ്ചസും. അങ്ങനെ 3 ഫലാഞ്ചസ് ആണ് ഓരോ ഫിംഗേഴ്സിനും ഉള്ളത്. തമ്പിനാണെങ്കിൽ മിഡിൽ ഫലാഞ്ചസ് ഇല്ല, 2 ഫലാഞ്ചസ് ഉള്ളൂ, പ്രോക്സിമൽ ഫലാഞ്ചസും ഡിസ്റ്റൽ ഫലാഞ്ചസും. സോ അപ്പർ ലിംബിലെ ബോൺസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ കേട്ടാൽ മതിയാവില്ല. ഇതിൽ ഓരോ പാർട്ടും, അതായത് ഓരോ ബോൺസും നമ്മൾ ഓരോ ക്ലാസ് വെച്ചിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സമയമെടുത്ത് പഠിക്കുക. പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ വരാനുള്ള സമയം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഓരോ ബോൺസും കയ്യിലെടുത്തിട്ട് അത് ഏത് സൈഡിലുള്ളതാണെന്ന് പഠിക്കണം. അപ്പോൾ ആ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ഏത് സൈഡിലാണുള്ളതെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം?
ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടേംസൊക്കെ ആയിട്ട് നിങ്ങൾ എന്താ ഫെമിലിയർ ആയിരിക്കണം, എന്നാലേ നമുക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഏത് ബോണിലാണ്, റൈറ്റ് സൈഡിലുള്ള ക്ലാവിക്കിളാണോ, ലെഫ്റ്റ് സൈഡിലുള്ള ക്ലാവിക്കിളാണോ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഹ്യൂമറസ് ആണോ, റൈറ്റ് സൈഡിലുള്ള ഹ്യൂമറസ് ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ അപ്പർ എൻഡിൽ എന്തൊക്കെയുണ്ട്, ലോവർ എൻഡിൽ എന്തൊക്കെയുണ്ട് അങ്ങനെ അറിഞ്ഞാലല്ലേ നമ്മൾ ബോൺ തല കുത്തനെ പിടിക്കാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തല കുത്തനെ പിടിക്കൂലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അറിയണം. ബോണിൻ്റെ പിക്ചർ കാണുക. ഇൻ്റർനെറ്റിലൊക്കെ ഇഷ്ടംപോലെ പിക്ചേഴ്സൊക്കെ ഉണ്ടാവും ഈ ഇതിലുള്ളതല്ലാതെ. അപ്പോൾ എല്ലാം കണ്ട് നന്നായി മെമ്മറൈസ് ചെയ്ത് വരിക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.